ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചാലക്കുടിക്ക് പോകണ്ടോ. മിടുവിന് അവിടെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകാം. അപ്പം എൻ്റെ ചെരുപ്പ് കാണിച്ചു തരാം. കണ്ട, ഇതെൻ്റെ പുതിയ ചെരുപ്പ്, ഇതെൻ്റെ പഴയ ചെരുപ്പ്. ഈ സെയിം ചെരുപ്പ് തന്നെയാണ് ഈ ചെരുപ്പ്. അമ്മ അതുമ്പോൾ ചൊറിയാകുമ്പോഴേക്കിന് കളർ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ചെരുപ്പാണ് ഇത്. പക്ഷെ കുറേ നാളെ ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളത്തിലും ചെളിയിലും പുറത്തും എല്ലാവിടെയും ഉപയോഗിക്കായിരുന്നു. ഇത് പൂപ്പലായി പിടിച്ചു, കഴുകിയെടുത്താൽ ഒന്നുകൂടി ക്ലീൻ ആവും. പക്ഷെ എൻ്റെ ഈ ലെതറൊക്കെ പൊടിഞ്ഞു തുടങ്ങി. VKC പ്രൈഡ് എന്ന് പറഞ്ഞ സാധനം അടിപൊളി ചെരുപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ തന്നെയാണ് ഇത്. 450 രൂപയെന്ന് തോന്നുന്നു. ഇല്ല, നനയ്ക്കാനായിട്ടപ്പോൾ പഴയതെടുക്കും, നനയ്ക്കാത്തപ്പോൾ ഇതെടുക്കും. ഓക്കെ. അപ്പോൾ സ്റ്റീവിനെ ക്ലാസ്സിൽ കൊണ്ട് വിട്ടിട്ട് വേണം ചാലക്കുടിക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാനായിട്ട് സ്കൂളിൽ. സ്റ്റീവിന് വരാനൊരു മടി. എന്നാലും മുമ്പത്തെക്കാളും ഒക്കെ ആയിട്ട് ആള് ഇപ്പോ കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ ആ ചെല്ലുമ്പോൾ ചെറുതായിട്ടൊന്ന് കരയുന്നെങ്കിൽ അപ്പൊ തന്നെ ആള് നോർമൽ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ആൾ അഡ്ജസ്റ്റ് ആയി. ഇന്ന് ഗ്രേസ് ഉള്ളതുകൊണ്ട് എങ്ങനെയാന്ന് അറിയില്ല, ഗ്രേസിന് ഇന്ന് ക്ലാസ്സില്ല. സ്റ്റീവ് കണ്ട വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഗുഡ് ബോയ് ആയിട്ടൊക്കെ പോകണ്ട. അവിടെ ചെന്ന് ലാസ്റ്റ് അതെ അവിടെ അറ്റത്തേക്ക് അവനോട് കൊടുക്കാൻ പോണ നേരത്ത് ആൾക്ക് ചെറിയൊരു കരച്ചിലുണ്ടാവാറുണ്ട്. ഇന്ന് എങ്ങനെയാണാവോ അറിയില്ല. എന്തായാലും പോണ്ട് ഹാപ്പി ആയിട്ട്. ഹാപ്പി ഒന്നല്ല, ഉള്ളില് ഭയങ്കര വിഷമത്തോടു കൂടിയാ പോണേ. അവനങ്ങനെയാണ്, ഗുഡ് ബോയ് ആണ്. ഗ്രേസും കൂടി ഇന്ന് ഇവിടെ വീട്ടിലുള്ള കാരണേ ആൾക്ക് അങ്ങോട്ട് ഒരു ഉള്ളില് ഭയങ്കര വിഷമമുണ്ട്. കളിക്കാനോട് ആളുണ്ട് എന്നുള്ളതില്. അന്ന് ഇവള് കളിക്കില്ല. കളിച്ചൂടെ കൊച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ. നടന്നു കുഴപ്പമില്ല, ടീച്ചർ വന്നപ്പം കുഴപ്പമില്ല. അവര് എടുത്തപ്പോ അമ്മ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു അകത്തേക്ക് കൊണ്ടുപോയി ആനിമൽസിനെ കാണിച്ചപ്പോഴേക്കും നിർത്തി. ഓക്കെയാണ്. പക്ഷെ എന്നാലും ആള് ഇവിടെ നിന്നാണെങ്കിൽ ഓക്കെയാണ്. കാക്കേനെ കഴിച്ചെടുത്തപ്പോ ആളൊക്കെ ആയിരുന്നു. അപ്പൊ വണ്ടിയില് ആക്ച്വലി പെട്രോള് ഒട്ടും ഇല്ല കേട്ടാ. ഡീസല് 3 കിലോമീറ്റർ കൂടി ഓടുള്ളൂ പറഞ്ഞേക്കണേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഡീസൽ അടിക്കാനായിട്ട് വന്നേക്കാണ്. നമ്മുടെ തൃശ്ശൂർക്കാരൻ ഫ്യൂവൽസ് അന്നനാട്. അപ്പൊ അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോളായി. അപ്പൊ ഇനി നേരെ ചാലക്കുടിക്ക് പോവാ. ചാലക്കുടിയിൽ എത്തിയിട്ട് അസീനാസില് ഇവിടെ മിഡുവിന് ഡ്രസ്സ് അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മിഡുവിനും ഗ്രേസിനും കൂടിയുള്ള കോംബോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നേക്കാം. ഒന്ന് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതാണ് സീനാസിൻ്റെ ഡിസൈനർ ബ്യൂട്ടി. എന്താ സ്പീഡിൽ നടക്കാത്ത? നമ്മുടെ വണ്ടി അടിയിൽ. അപ്പോൾ അങ്ങനെ മിഡുവിൻ്റെയും ഗ്രേസിൻ്റെയും ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ടോ. സന്തോഷമായ? നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ചവിട്ടി തിന്നു. ഒരു വെറൈറ്റി കളറും വെറൈറ്റി ശരിക്കും അടിപൊളിയാണ്. ഞങ്ങൾ നേരെ ക്രിസ്പോയിലേക്ക് കയറാൻ കേട്ടോ. അവർ ഓൾറെഡി കയറി കഴിഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് ഇവിടെ കയറുന്നത്. ഇവിടെ നമ്മുടെ ഈ ചാലക്കുടിയിൽ ഈ മൂലൻസിൻ്റെ അടുത്ത് കുറേ ഇതേപോലെ സംഭവമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ടില്ല. പറ്റുന്ന ഓരോ സ്ഥലങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ കയറും. ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. സ്റ്റീവ് ഇല്ലാണ്ട് ഗ്രേസ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പണ്ട് വന്നിട്ടുണ്ട് അല്ലേ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് മുളയിൽ. ഞങ്ങളിതിലേ ഈ 5 പീസിൻ്റെ ഈ കോംബോ ഇതാണ് ഓർഡർ ചെയ്തേക്കണത്. 499 രൂപ. നമ്മളോട് വന്നപ്പോൾ മുകളിലേക്ക് കയറി. മുകളിലുണ്ട് ഞങ്ങൾ ഇരിക്കണേ. ഈ വണ്ടി അവിടെ പുറത്ത് കിടക്കണം. അപ്പുറത്ത് മൂലൻസ്.
ആ മുകളിലിരിക്കുന്ന സ്ഥലമേ ഉള്ളൂ. അപ്പൊ ക്ലക്കിൻ ഗുഡ്നസിനെ എവിടെ വൈറ്റുന്ന് അങ്ങനെ ചെന്നിട്ടാണ് കോഴി ക്ലക്കെന്ന് പറയില്ലേ? അപ്പൊ ഞങ്ങള് കടിക്കുമ്പോ ആ ക്ലക്കൊക്കെ നമ്മള് കഴിക്കും. അത് ആക്ച്വലി ഈച്ചേനെ പിടിക്കുന്ന സാധനമാണ്. എങ്ങനെ? അതിന്റെ ഉള്ളിൽ ഒരു നീല 2 ട്യൂബ്ലൈറ്റ് കണ്ട, പർപ്പിള്. ആ പർപ്പിൾ ലൈറ്റ് കാണുമ്പോ ഈച്ചകള് ഗ്രേസ് ന്യൂഡിൽസ് കാണുമ്പോ പറഞ്ഞ് ഓടി ചെല്ലാറില്ല. അതുപോലെ ഈച്ചകള് ആ ലൈറ്റിന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. ഈച്ചകളെ പറ്റിക്കാൻ വേണ്ടി ഈച്ചേനെ എല്ലാ ഈച്ചയ്ക്കും ഇഷ്ടം. അത് ഈച്ചേനോട് ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കമന്റ് ചെയ്തോണ്ട്. ഈച്ചയെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ലൈറ്റ് ആയിരിക്കാം. എന്തോ ആ ലൈറ്റ് എന്തോ ഈച്ചകളുടെ അടുത്തേക്ക് വരും. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് പോലെ കൊടുത്തേ കണ്ട കമ്പികള്. അതിന്റെ ഉള്ളിലേ നമ്മുടെ കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈച്ചകള് ആ ലൈറ്റ് കണ്ട് ഓടി ഇങ്ങനെ വന്ന് നമ്മൾ തൊറാശം പൊട്ടിത്തെറിച്ചു. അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട് കുറച്ച് പേര് ഇരിക്കണ്ട്. അതിന്റെ ഉള്ളിൽ ഡെഡ് ബോഡീസ് കുറെ ഉണ്ട്. മനസ്സിലായ? ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നണം. ഞാനുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ആരെയും കമന്റ് ചെയ്തോണ്ടാം. നമ്മൾ സാധാരണ ഇത് ഹോട്ടലുകളിലും അങ്ങനത്തെ പബ്ലിക് കുറെ ആൾക്കാരാണ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഭക്ഷണം കഴിക്കാനൊക്കെ അതിലേക്ക് സാധനം അവിടെയൊക്കെ സൂക്ഷിക്കാനാണ്, ശ്രദ്ധിക്കാനാണ്. അല്ലാതെ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ടാവില്ല. നമ്മുടെ ഫുഡ് എത്തിയിട്ട് മോളെ അതിന്റെ മുകളിൽ അടപ്പുണ്ട്. അത് പൊളിക്കട്ടെ, തുറക്കട്ടെ. കിട്ടി കുറച്ച്. 2 ബണ്ണും നീ നേരെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പോകണം. എനിക്കിരിക്കട്ടെ ബണ്ണ് ചിക്കൻ കാലെനിക്ക്. ഇനി കാലില്ല. അൺഹെൽത്തി ഫുഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഒരു ഇത് ഡെലിവറി ഉണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ ഒരു പേപ്പറും കൂടി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ അഷ്ടമിച്ചിറക്കൊക്കെ ഇവിടുന്ന് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മിഡു അവിടെ അപ്പുറത്ത് തന്നെ നമ്മുടെ മൂലൻസ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ അമ്മയ്ക്ക് ചിക്കനൊന്നും അമ്മ കഴിക്കില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം. അതുപോലെ അവൾക്ക് എന്തോ സാധനമൊക്കെ മേടിക്കുന്നു പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം അവളിപ്പോൾ വരും, എന്നിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഗ്രേസ് ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഗ്രേസ് മീൻസ് ഗ്രേസിനെ സ്റ്റീവ് ഇല്ലാണ്ട് ഒറ്റയ്ക്കാണ് ഗ്രേസിനെ എവിടേക്കും കൊണ്ടുപോകാറില്ല. അപ്പോൾ സ്റ്റീവ് ഇല്ലാണ്ട് ഗ്രേസിനോട് കൊണ്ടുവന്ന കാരണം ഗ്രേസ് ഭയങ്കരമായിട്ട് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് കഴിക്കണമെന്നൊന്നുമില്ല, അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഇരുന്ന് ടേബിൾ മേക്ക് ഒന്ന് ഇരുന്നാൽ മതി. അവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ള ആ ഒരു ഇത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നേക്കുന്ന ആള്. അപ്പം അങ്ങനെ മിഡും ഗ്രേസൊക്കെ തിരിച്ചെത്തി. അപ്പം ഇനി ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. നമ്മളിവിടെ വണ്ടിയിലിരുന്നപ്പോളേ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഫൈസൽ എന്നാണ് ചേട്ടൻ. ഈ ഒരു ഗ്രേസിനും സ്റ്റീവനൊക്കെ പറ്റിയ ഒരു ബോക്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 599 രൂപയാണെന്ന് പറഞ്ഞേക്കണേ. കുറേ ഐറ്റംസ് ഉണ്ട്, 26 ഐറ്റംസ്. പിന്നെ ഇതിൻ്റെ എന്നിട്ട് വേറെ പ്രത്യേകതകൾ നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോൺ യൂസേജ് കുറയ്ക്കുക, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ, ബ്രെയിൻ ഡെവലപ്മെന്റ്, മോട്ടോർ സ്കില്ല്, എഞ്ചിനീയർ സ്കിൽസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കണതാണ്. ഓക്കെ വേണോ? അപ്പം എനിക്ക് പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾ സീരീസ് മാറ്റി പിടിക്കലുള്ളൂ. ഓണം മെമ്പറും തിരുവോണം മെമ്പർ നല്ല നമ്പർ ഇതിലിങ്ങനെ വീഴാറുണ്ട്. ലാസ്റ്റ് 33 കാരണം അല്ലെങ്കിൽ ലേട്ടനും കൂടി ഉള്ളത് എടുത്താലോ? ഇപ്രാവശ്യം ഞാൻ ലേട്ടനും കൂടിയും ഇത് ആർക്കടിച്ചാലും 53 52 83 33 52 88 ഇങ്ങനെയൊക്കെ വീഴാറുണ്ട്. ലാസ്റ്റ് എത്തുമ്പോ ഈ പറഞ്ഞ 500 ഒക്കെ പിടിച്ചവർ നിർത്തും. മറ്റേത് വന്നിട്ടില്ല, ഇനി അടുത്ത മാസം വരുള്ളൂ. 4-ാമത്തെ ചേച്ചിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്രാവശ്യത്തെ തിരുവോണം മെമ്പർ എനിക്ക് അടിച്ചു കഴിയുമ്പോ ചേട്ടാ ഒരു ടിക്കറ്റ് ഒന്നും എടുത്തോളൂ. എന്റെ ചേച്ചിനെ കണ്ട ഞങ്ങൾ തിരിച്ചറിയില്ല. എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ചേട്ടനെ അറിയാൻ പറ്റും തന്നെ. അപ്പൊ ഓണം മെമ്പറുമായി ഞങ്ങൾ പോവാണ്. അളിയൻ കുറച്ച് ദിവസമായി പറയണ ഓണം മെമ്പർ വന്നില്ലേ. നമ്മുടെ അവിടെ നോക്കിയിട്ട് കാണാറില്ല. ഇപ്പൊ പെട്ടെന്ന് ഒരു ക്രാഫ്റ്റിന്റെ ബുക്കും കിട്ടി. ഇവിടെ ഓരോ മിനിറ്റ് കിടക്കുന്ന ഓരോ ആൾക്കാർ വന്നോണ്ടിരിക്കുക. 1ാം സമ്മാനം 1 കോടിയോ?
ഒന്നാം സമ്മാനം 25 കോടി. ഓ ഞാൻ പിന്നെ ആരാ ബാക്കിയുള്ളത് നോക്കണ്ട. നമുക്ക് 25 കോടി മതി. ഇനി 1 കോടി എടുക്കാനുണ്ട് ചേച്ചിക്ക്. ഞാൻ വേറെ എടുക്കാം. ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. എനിക്കും എടുക്കണം, പക്ഷെ ഇവിടെ നിന്നല്ല, വേറെ സ്ഥലത്ത് എടുക്കണം. ഈ സെയിം നമ്പർ എനിക്ക് താല്പര്യമില്ല. നമ്മള് എടുക്കാത്ത സ്ഥലത്ത് എടുക്കണം. വേറെ സീരിയലില് നമ്മൾ എടുക്കണം. കാരണം എല്ലാരും ഒരു നമ്പർ ആവുമ്പോഴേ നമുക്ക് ഇപ്പൊ നോക്കുമ്പോ ആ നമ്പറിലൊന്നും ഇല്ലാറുമ്പോ എല്ലാം പിന്നെ കത്തും. വേറെ നമ്പർ ആവുമ്പോ നമുക്ക് പ്രതീക്ഷയുണ്ട് ആ നമ്പറിൽ ഉണ്ടാവുമായിരിക്കും എന്നുള്ളത്. ഉണ്ടാവും എന്തായാലും. അപ്പൊ ഞങ്ങള് തിരിച്ച് വീടെത്തി. ഇറങ്ങ ഇറങ്ങ. ഇതൊക്കെ അപ്പുറത്തേക്കോട്ട് എടുക്കാല്ലേ, കേറ്റിട്ട വണ്ടി. ചെടികളൊക്കെ എടുത്ത് വെക്കണം ഇനി. അപ്പൊ എടുത്തു പറയാനുള്ളത്, നമ്മൾ വീടൊക്കെ എത്തി. ഈ വരുന്ന 29-ാം തീയതി, അത് 29-ാം തീയതി അല്ല, 29/9 പ്രത്യേകത എന്താണെന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ. 29/9 നമ്മുടെ ഈ തിരുവോണം ബമ്പർ നറുക്കെടുക്കുന്നത്. ഒന്ന് നോക്കിക്കോ, ഞങ്ങൾക്കുള്ളതാണത്. അപ്പോൾ നിങ്ങളോട് ആരുടെയും എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല, കാരണം ഞങ്ങൾക്കുള്ളതാണ്. അല്ലേ മേഡം? അല്ലേ? വേണ്ട, ഞാനൊന്നും പറയല്ല, നിങ്ങൾ എടുത്തോട്ടാ. ഭാഗ്യം ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നേക്കുന്നുണ്ടെങ്കിലോ. ഇവൾക്കിത് കിട്ടിയാണ്ട് ഇവിടെ ഹാപ്പിയായി. അപ്പം എന്തായാലും ഇതായിരുന്നു ഇത്രയും നേരത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വിശേഷം ബൈ ബൈ. ബൈ പറ. ബൈ ബൈ വിശേഷം.